നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ ബി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതെ, പൊറോട്ടയുടെ കുറച്ച് മോശം വശങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പൊറോട്ടയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മൈദയാണ്, അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൈദയെ കുറിച്ച്. നമ്മളുടെ വീറ്റിന്റെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് മൈദ എന്ന് പറയുന്നത്. ഈ മൈദ വളരെ റിഫൈൻഡും സോഫ്റ്റും ആവാനായിട്ട് അതിനകത്ത് അലോക്സിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അതുകൊണ്ടാണ് മൈദ വളരെ സോഫ്റ്റ് ആവുന്നത്. എന്നാൽ ഈ മൈദ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ അലോക്സിൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പാൻക്രിയാസിനെ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ഒരു ലോങ് റണ്ണിൽ അത് കാർഡിയാക് കണ്ടീഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിന്റെ ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതിനൊരു ഒപ്റ്റിമൽ റേഞ്ചിൽ നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ അലോക്സിൻ എഫക്ട് ചെയ്യുന്നത് പാൻക്രിയാസിനെ ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും അത് ബ്ലഡിലെ ഷുഗർ ലെവൽസ് കൂട്ടുകയും അതിൽ നിന്ന് നമുക്ക് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഹാർട്ട് കണ്ടീഷൻസിന് മെയിൻ ആയിട്ടുള്ള ഒരു കോസാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടുള്ള ഒരു ഷുഗർ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ലോങ് റണ്ണിൽ എപ്പോഴും ഒരു കാർഡിയാക് കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. കുട്ടികൾക്ക് നമ്മൾ എന്തുകൊണ്ട് പൊറോട്ട നൽകാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് നമ്മൾ പൊറോട്ട കൊടുത്ത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളിൽ ഒരു ചൈൽഡ് ഒബേസിറ്റിക്ക് കാരണമാകും. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരികയും അവരുടെ ശരീരഭാരം കൂടുകയും ചെയ്യും. ഒബേസിറ്റി മാത്രമല്ല, അമിതവണ്ണം മാത്രമല്ല ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു 30 തുടങ്ങി 40 വരെ വയസ്സുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന ആളുകൾക്ക് എപ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരും. അതുപോലെ മെന്റൽ സ്ട്രെസ്സും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു സമയത്ത് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് ആണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൊറോട്ട അല്ലെങ്കിൽ ബീഫ് എന്നൊക്കെ പറയുന്നത് ഇമോഷനായിട്ട് എടുക്കുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരിൽ പല രീതിയിലുള്ള ഹാർട്ട് കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. പൊറോട്ടയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതിനകത്ത് ഉപയോഗിക്കുന്ന മൈദയാണെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അത് മാത്രമല്ല, ഫൈബർ റിച്ച് അല്ലാത്ത അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് വളരെ കുറവുള്ള ഒന്നാണ് മൈദ. അതുകൊണ്ട് തന്നെ അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സും വളരെ കുറവാണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 9 കലോറീസ് ഓഫ് എനർജിയാണ്. അപ്പൊ ഈ കലോറീസ് ഓഫ് എനർജി നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻസ് ആയിട്ട് മാറുകയും ഇതുപോലെ തന്നെ നമുക്ക് ഒബേസിറ്റി, ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്ത ഒരാൾ ഇതുപോലെ തന്നെ പൊറോട്ടയുടെ ഇൻടേക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫുള്ള് കാർബോഹൈഡ്രേറ്റുകളാണുള്ളത്. അത് നമുക്ക് മാക്സിമം എനർജി യൂട്ടിലൈസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഹെൽത്ത് കണ്ടീഷൻസും ഡെവലപ്പ് ചെയ്യാം. പൊറോട്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ ഫിസിക്കലി ആക്റ്റീവ് ആകുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, പൊറോട്ടയുടെ ഇൻടേക്ക് വളരെ കുറയ്ക്കുക എന്നുള്ളതുമാണ്. ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്സ് എങ്കിലും നടക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം നിങ്ങളൊരു മലയിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ലൈംബ് ചെയ്ത് എവിടെയെങ്കിലും കയറണം എന്നുള്ളതല്ല. നിങ്ങളുടെ ഒരു പെർ ഡേയിൽ നിങ്ങളൊരു 10,000 സ്റ്റെപ്സ് എങ്കിലും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഒരു വാക്കിന് പോകുകയോ ചെറിയൊരു ജോഗിങ്ങിന് പോവുകയോ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റിയിൽ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് അതിലും മികച്ചൊരു തീരുമാനമാണ്. ഇന്നത്തെ വീഡിയോ പൊറോട്ട ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി പ്രിക്കോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം.